ചക്കക്കുരു മാമ്പഴ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ചുവട് കട്ടിയുള്ള ഒരു ഉരുളി ആവശ്യമുണ്ട്. ഊട്ടുരുളിയോ ഇതുപോലെ അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ഉരുളി നല്ല കട്ടിയുള്ള ഒരു ഉരുളി ആവശ്യമുണ്ട്. ഇപ്പോൾ ചക്കക്കുരു നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ കരിന്തൊലി കളഞ്ഞതിന് ശേഷം ബ്രൗൺ നിറത്തിലുള്ള തൊലി കളയരുത്. നല്ല മൂത്ത ചക്കയുടെ കുരുവാണ് ഏറ്റവും നല്ലത്. നല്ല നൂറുള്ള ചക്കയുടെ കുരു ഞാനിവിടെ 30 ചക്കക്കുരുവാണ് എടുത്തത്. അങ്ങനെ അത് എടുത്തതിന് ശേഷം കുക്കറിലിട്ടൊരു 5-8 പ്രാവശ്യം അടിക്കണം. അപ്പോൾ നന്നായിട്ടത് വെന്ത് ഉടഞ്ഞു കിട്ടും. ആ ഉടഞ്ഞു കിട്ടുന്നതിന് കഞ്ഞിവെള്ളം ചേർത്ത് അരയ്ക്കുക. പഴയ കഞ്ഞിവെള്ളം ഒഴിച്ചേക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കഞ്ഞിവെള്ളം ചേർത്ത് അരച്ചെടുത്തതിന് ശേഷം ഇതാണ് ഞാൻ കഞ്ഞിവെള്ളം ചേർത്ത് അരച്ചെടുത്ത ചക്കക്കുരുവിൻ്റെ കൂട്ടാണത്. ഇനി കഞ്ഞിവെള്ളം ഇല്ലാത്തൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല. കഞ്ഞിവെള്ളത്തിന് വരെ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ ചേർത്ത് അരച്ചാൽ മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ കുത്തരിയുടെ കഞ്ഞിവെള്ളം തന്നെ ചേർക്കണം. അപ്പോൾ ഞാൻ തീ കത്തിച്ചു. നമുക്കിതൊന്ന് ഇളക്കാം. ഇതിപ്പം ചക്കക്കുരും കഞ്ഞിവെള്ളവും മാത്രമേ ഇതിലേക്കുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ കൂട്ടത്തിൽ ചേർക്കാൻ പോകുന്നത് നാടൻ മാമ്പഴം. ഏതെങ്കിലും മാമ്പഴം ചേർത്താൽ മതി. നാടൻ മാമ്പഴം ഉള്ളവർ അത് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആറ് നാടൻ മാമ്പഴമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പൊടിച്ച് ചേർക്കുക. പൊടിച്ച് അല്ലെങ്കിൽ ഉരുക്കി ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഉരുക്കി ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. ഞാനിവിടെ 1.5 ലിറ്റർ കഞ്ഞിവെള്ളമാണ് എടുത്തിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ശർക്കര ആവശ്യത്തിന് ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന പരുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാമ്പഴം നന്നായിട്ട് വഴലണം കിടണം. വഴുന്ന ഇതിൻ്റെ പൾപ്പെല്ലാം കൂടി നന്നായിട്ട് ചാടി നന്നായിട്ട് ആകണം. ഈ ശർക്കരയുടെ അളവ് പറയുവാണെങ്കിൽ നിങ്ങൾ ഈ ഇളക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ മധുരം നോക്കുക. കുറേശ്ശെ നിങ്ങൾ ചേർത്തോണ്ട് മധുരം നോക്കുക. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ എപ്പോഴും പായസത്തിന് കടും മധുരം ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് പായസം വയ്ക്കുമ്പോൾ എൻ്റെ പായസത്തിന് നല്ല മധുരം ഉണ്ടാകും. അതുകൊണ്ട് മധുരം കുറവ് വേണ്ടിയിട്ടുണ്ടല്ലോ കുറേശ്ശെ ചേർത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പാകത്തിന് മധുരം ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതിന് അത് കറക്റ്റ് പാകത്തിന് ആയിക്കോളും. ഞാനുണ്ടാക്കുന്ന എൻ്റെ പായസം കുടിക്കുന്നവർക്കറിയാം നല്ല കടും മധുരമാണ്. ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട്, അയ്യോ ഇത്രയും മധുരം ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റിയായിരുന്നു. പക്ഷേ ഞാൻ അധികം മധുരം കഴിക്കില്ല. പക്ഷേ പായസത്തിന് വരുമ്പോൾ നല്ല കടും മധുരം എനിക്കിഷ്ടം. അപ്പോൾ ഇതവിടെ കിടന്നിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതേ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. ഇതിപ്പോൾ പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പോൾ തന്നെ നല്ല കൊഴുത്തായിരിക്കുന്നതാണ്. നമ്മൾ ചക്കക്കുരു അരച്ചല്ലേ വെച്ചിരിക്കുന്നത്. ചക്കക്കുരു അരച്ച് വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളത്തിൻ്റെ കൊഴുപ്പ് എല്ലാം കൂടി നന്നായിട്ട് കൊഴുത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഈ പായസം വെച്ച് കഴിയുമ്പോൾ ചക്കക്കുരുവിൻ്റെ യാതൊരു ടേസ്റ്റും നമുക്കിതിലേക്ക് കിട്ടില്ല. പകരം മാമ്പഴത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇതിപ്പോൾ നാടൻ മാമ്പഴമായതുകൊണ്ട് നമ്മൾ ഇത്ര ഇട്ടുള്ളെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാടൻ മാമ്പഴത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ല, നല്ലൊരു രുചിയല്ല, ചെറിയൊരു പുളി ഉണ്ടാവും. നല്ല ഇപ്പം തന്നെ മാമ്പഴത്തിന് നല്ല വാസന അടിക്കുന്നുണ്ട്. ഞാൻ ചക്കക്കുരു മിക്സിയിൽ അടിച്ചെടുത്തതും കഞ്ഞിവെള്ളം ഒഴിച്ചാണ്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നതും കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അതിനെല്ലാം പകരമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാല് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചക്കക്കുരു അരച്ചെടുക്കാം. ഇതിലേക്കും 1.5 ലിറ്റർ കഞ്ഞിവെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാല് ചേർത്ത് ഇളക്കാം. നമ്മുടെ ചക്കക്കുരു ശർക്കരയും മാങ്ങയും കൂടെ നല്ലതായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മാങ്ങയുടെ പൾപ്പെല്ലാം തന്നെ അതിൽ നിന്ന് പോയി. മാങ്ങ എടുക്കാൻ പറ്റുന്നില്ല. മാങ്ങയുടെ പൾപ്പെല്ലാം വെന്തലിഞ്ഞ് അതിലേക്ക് ചേർന്നു. ഒരു മാങ്ങയുടെ ടേസ്റ്റാണ് ഇതിന് മുന്നേക്ക് നിൽക്കുക. അപ്പോൾ നാടൻ മാമ്പഴത്തിൻ്റെ മണം അറിയാമല്ലോ, അതിൻ്റെ ആ സ്മെല്ലും ആ ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒട്ടും അറിയാനില്ല.
ഇതിൻ്റെ നന്നായിട്ട് മാമ്പഴത്തിന് ടേസ്റ്റാണ് പിന്നെ നിൽക്കുന്നത്. നിങ്ങൾക്കൊരു സംശയം കാണും ഞാൻ എന്തുകൊണ്ട് കഞ്ഞിവെള്ളം ചേർത്തു എന്നുള്ളതിന്. തേങ്ങാപ്പാൽ കുറച്ച് ഉപയോഗിക്കാനും അതുപോലെ അതിന് പകരമായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പായസം വയ്ക്കുമ്പോൾ വെള്ളച്ചോ വരും. എന്നാൽ ഈ കഞ്ഞിവെള്ളം ചേർക്കുകയാണെങ്കിൽ പായസത്തിന് വെള്ളച്ചൊവ വരത്തില്ല. നമ്മൾ വെളുത്ത അരിയുടെ കഞ്ഞിവെള്ളം ചേർക്കുകയാണെങ്കിൽ കുഴപ്പം. എല്ലാ അരിക്കും ചില അരികൾക്കൊക്കെ നല്ല സ്മെല്ലുണ്ടല്ലോ, ഒരു എന്താ പറയുക ചാക്രിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കഞ്ഞിവെള്ളം ചേർക്കരുത്. കുത്തിരിയുടെ കഞ്ഞിവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ശകലം പോലും തേങ്ങാപ്പാൽ ചേർത്തിട്ടില്ല. കണ്ടോ നന്നായിട്ട് കുറുകി ഇരിക്കുകയാണേ. ഇച്ചിരി കൂടെ വരലട്ടെ. ഇച്ചിരി കൂടെ വറ്റി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിക്കാം. വളരെ കുറച്ച് പാൽ മാത്രമേ ഇപ്രാവശ്യം നമ്മൾ ഈ പായസത്തിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ മാങ്ങയും ചക്കക്കുരുവും കൂടെ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ശർക്കരയും ചേർത്ത് നന്നായിട്ട് വറ്റിച്ച് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാം. ഈ രണ്ടാം പാൽ ഞാൻ 500 ml രണ്ടാം പാലാണ് എടുത്തതിന്, അതായത് 1/2 ലിറ്റർ രണ്ടാം പാലാണ് ഇവിടെ എടുത്തതിനകത്തേക്ക് ഒഴിച്ചത്. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് 2 മിനിറ്റോളം തിളപ്പിച്ചു. നിങ്ങളൊട്ടും ടെൻഷൻ അടിക്കേണ്ട, ഈ പായസത്തിന് വെള്ളച്ചോവ് വരത്തില്ല, കാരണം നമ്മൾ കഞ്ഞിവെള്ളത്തിലാണിത് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാം പാലും ചേർത്ത് 2 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചു. സ്റ്റിൽ ഇത് നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്, നല്ല കൊഴുത്ത് ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ ഒന്നാം പാൽ ചേർക്കുകയാണ്. 1 കപ്പ് ഒന്നാം പാൽ 250 ml ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്തു. ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നു. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം 1-2 പ്രാവശ്യം ഒന്ന് തിളയ്ക്കണം. ഇതിരിക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകുന്നതായിരിക്കും. ഏലക്കായുടെയും ചുക്കിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കുക. നമ്മൾ ചക്കക്കുരു ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ചുക്ക് കൂടുതൽ ചേർത്തേക്കുന്നത്. ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചാണ് നമ്മൾ ചേർത്തിരിക്കുക. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മാമ്പഴ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. 2 ടേബിൾ സ്പൂൺ നെയ്യെടുത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞ് ഇട്ട് വറുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ എന്നാൽ വളരെ വ്യത്യസ്ത രുചിയുള്ള ചക്കക്കുരു മാമ്പഴ പായസം നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഈ മാമ്പഴത്തിൻ്റെ അണ്ടി ഈമ്പി തിന്നാനായിട്ട് ഭയങ്കര രുചിയാണ്. തേങ്ങാപ്പാൽ വളരെ കുറച്ച് ചേർത്ത് അതിരുചികരമായ ഒരു പായസം നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, അതിരിക്കും തോറും അത് കുറുകും. അപ്പോൾ ആവശ്യത്തിന് ചാറ് നീട്ടി എടുക്കുക. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, ഞാനിവിടെ 30 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. 6 നാടൻ മാമ്പഴവും ഉപയോഗിച്ചിട്ടുണ്ട്. ആ 30 ചക്കക്കുരു അതിൻ്റെ കരിന്തൊലി തൊണ്ട് മാത്രം കളഞ്ഞതിന് ശേഷം, ബ്രൗൺ കളറുള്ള തൊലി കളയരുത്, അതെല്ലാം കൂടി കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിക്കുക. ഒരു 8-9 വിസിലടുപ്പിക്കുക.
അങ്ങനെ വെന്തിരിക്കുന്ന ചക്കക്കുരുവിനെ കഞ്ഞിവെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് കൊഴുത്തിരിക്കുന്ന ഈ ചക്കക്കുരുവിൻ്റെ കൂട്ട് നമുക്ക് കിട്ടും. അത് അരച്ചെടുത്ത ചക്കക്കുരുവും ബാക്കി കഞ്ഞിവെള്ളവും ശർക്കരയും മാമ്പഴവും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ ഈ ശർക്കരയുടെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 30 ചക്കക്കുരു, 6 മാമ്പഴം, മാമ്പഴത്തിന് മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് ചേർത്തത്. കടും മധുരമുള്ള പായസമാണിത്. അപ്പോൾ ഈ 1/2 കിലോ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ചക്കക്കുരു അരച്ചതും മാമ്പഴവും കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നിങ്ങൾ മധുരം നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മധുരം മനസ്സിലാവും. അപ്പോൾ ഈ 1/2 കിലോ തികച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർക്കുക. കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ചേർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത്രയും മധുരം മതി എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക. അപ്പോൾ നമ്മൾ വളരെ തേങ്ങാപ്പാൽ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. ഒന്നുകിൽ തേങ്ങാപ്പാൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പശുവിൻ പാൽ ചേർത്താലും മതിയാകും. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ ചേർത്തത്. ഒരു വലിയ തേങ്ങയൊന്നുമല്ല, ഒരു ചെറിയ തേങ്ങയുടെ പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യമേ നമ്മൾ 2ാം പാലുണ്ടാക്കി, 3ാം പാൽ അങ്ങനെ ഒരു പാൽ ഞാൻ എടുത്തില്ല. ആ ഒരു തേങ്ങ ചിരകി എടുത്തതിന് ശേഷം കുറുകിയ പാല് 250 ml തേങ്ങാപ്പാൽ ഞാൻ ആദ്യമേ മാറ്റി വെച്ചു. അതിനുശേഷം ആ പീരയൊന്ന് മിക്സിയിലടിച്ച് കുറച്ച് വെള്ളമെടുത്ത് 2ാം പാലുണ്ടാക്കി ആ പാലും അതിലേക്ക് ചേർത്തു. ആകെ ഇത്രയും തേങ്ങാപ്പാൽ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. എന്നാൽ ഈ പായസത്തിന് തേങ്ങാപ്പാലിൻ്റെ ഒരു കുറവോ ഒരു വെള്ളച്ചൊവയോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്താണിത് ചെയ്യുന്നത്. അതിൻ്റെ ഗുണമാണ് കാണുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും കൊളസ്ട്രോളിനെ ഭയപ്പെടേണ്ട, ഒത്തിരി ഗുണങ്ങളാണ് അതിനകത്ത്. അതുപോലെ നമ്മൾ ഇതിനകത്ത് മുന്തിരി, കാഷ്നട്ട് ഒരു സാധനങ്ങളും വറുത്തിടുന്നില്ല. 2-3 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ, നെയ്യ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞ് മൂപ്പിക്കുക. എന്നിട്ട് ആ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഒന്നാന്തരം പായസമാണ്. വിഷുവിന് വളരെ സ്പെഷ്യലായി ഈ പായസം നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വളരെ ചിലവ് കുറഞ്ഞതും അതിരുചിയേറിയതുമായി ഈ പായസം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ ചക്ക സീസണാണ്, മാങ്ങാ സീസണാണ്. ഇത് രണ്ടും അവൈലബിൾ ആയിട്ടുള്ള. കഞ്ഞി വെക്കാത്തവരാരും ഇല്ലല്ലോ, അപ്പോൾ കഞ്ഞിവെള്ളവും കിട്ടില്ലേ, പിന്നെ ഒരു തേങ്ങയുടെ പാല്, ഇത്രയും സാധനം മാത്രം മതി. വളരെ രുചിയേറിയതും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതുമായ ഈ പായസം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷുവിന് ഈ പായസം ഉണ്ടാക്കി നോക്കി എൻജോയ് ചെയ്യുക. എല്ലാവർക്കും വിഷുദിന ആശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.